The wait is over. The noise is real. ക്രിക്കറ്റിനെ മറ്റെല്ലാത്തിനും മുകളിലായി കാണുന്ന ഇന്ത്യ മഹാരാജ്യത്ത് ഇന്നത്തെ രാത്രി ഒരു പുതിയ ഹീറോ ഉദയം ചെയ്തിരിക്കുന്നു. ചാരത്തിൽ നിന്നും ഉയർത്തൊരു ഫിനിക്സ് പക്ഷിയെ പോലെ ഈഡൻ ഗാർഡന്റെ ആകാശത്തൊരു നക്ഷത്രം ലാൻഡ് ചെയ്തിരിക്കുന്നു. സഞ്ജു വിശ്വനാഥ് സാംസൺ. ബെഞ്ചിലും ടീമിന്റെ ഓരങ്ങളിലുമായി യൗവനം തള്ളി നീക്കവേ സഞ്ജു സാംസൺ കണ്ട സ്വപ്നങ്ങളെല്ലാം ഈഡൻ ഗാർഡന്റെ മുറ്റത്തിതാ വിരിഞ്ഞിരിക്കുന്നു. അനാവശ്യമായ തിടുക്കമില്ല, മോശം ഷോട്ടുകളില്ല, എന്നാൽ മോശം പന്തിനെയൊന്നിനും വെറുതെ വിട്ടതുമില്ല. 2020 ലോകകപ്പിലെ ഒരു ഇന്ത്യക്കാരൻ്റെ ഏറ്റവും മികച്ച ഇന്നിങ്സുകളൊന്നുമായാണ് അയാൾ തിരികെ നടക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഒരു ക്ലാസിക് നോക്ക്. വിജയത്തിലേക്കുള്ള അവസാന റൺസും അടിച്ചെടുത്ത അയാൾ ഈഡനിൻ്റെ മുറ്റത്തൊന്ന് മുട്ടുകുത്തി. ഇക്കാലം അത്രയും അയാൾ കാത്തിരുന്നതൊക്കെയും ഇങ്ങനെയൊന്നിനായിരുന്നു. ക്യാപ്റ്റൻ സൂര്യകുമാർ ഇക്കുറി അവനെ വണങ്ങിയാണ് സ്വീകരിച്ചത്. ബിഗ് മാച്ചും പ്രഷർ സിറ്റുവേഷനുമാണെങ്കിൽ സഞ്ജു സാംസൺ മുട്ടുവിറക്കും. ന്യൂസിലാൻഡ് പരമ്പരയോടെ ഇന്ത്യൻ കുപ്പായം ഇനി കാണില്ല. PR വർക്കെന്നും ഓവർ റേറ്റഡ് എന്നും മറ്റു ചിലർ. അങ്ങനെ നീളുന്ന വിമർശനങ്ങളുടെയെല്ലാം നെഞ്ചത്ത് അയാളൊരു കസേര വലിച്ചിട്ടിരിക്കുന്നു. ഇടറാതെ പതറാതെ കരീബിയൻ കൊടുങ്കാറ്റിനെതിരെ ഇന്ത്യയെ തീരത്തടുപ്പിച്ച ശേഷം സഞ്ജു പറയുന്നു, ഇതെൻ്റെ ദിവസമാണ്, ഇതെൻ്റെ മാത്രം ദിവസമാണ്, ഈ ദിവസത്തിലെ ഹീറോ ഞാൻ മാത്രമാണ്. പ്രതിസന്ധികളിലും ബെഞ്ചിലിരുന്ന കാലങ്ങളിലും മോശം ഫോമിലുമെല്ലാം അയാളിൽ വിശ്വാസമർപ്പിച്ചവർക്കിത് ചിരിക്കാനുള്ള സമയം. ചങ്കുറപ്പുണ്ടോ ഈ റൺമല കയറാൻ? നിർണായകമായൊരു മത്സരത്തിൽ വിൻഡീസ് 195 എന്ന മികച്ച ലക്ഷ്യം വെക്കുമ്പോൾ അറിയേണ്ടത് ഈ ചോദ്യത്തിനുള്ള ഉത്തരം മാത്രമായിരുന്നു. ആദ്യ ഓവറിൽ തന്നെ തങ്ങളുടെ വജ്രായുധമായ അഖേൽ ഹുസൈനെ തന്നെ അയച്ച് വിൻഡീസ് നയം വ്യക്തമാക്കി. 2 ഓവർ തീരുമ്പോൾ ഇന്ത്യൻ സ്കോർ ബോർഡിൽ 12 റൺസ് മാത്രം. ഇന്ത്യക്ക് വിചാരിച്ചതിലും നനഞ്ഞു തുടക്കം. 3-ാം ഓവറിൽ അഖേലിനെ വീണ്ടും ഷായ്ഹോ പന്തേൽപ്പിക്കുമ്പോൾ പ്രതീക്ഷിച്ചതൊരു വിക്കറ്റ് തന്നെയാണ്. പക്ഷേ അവിടെ വെച്ചൊരു വലങ്കയൻ അവരുടെ പ്രതീക്ഷകളെല്ലാം തെറ്റിക്കുകയാണ്. അഖേൽ ഹുസൈൻ്റെ ആദ്യ പന്തിൽ തന്നെ ലെഗിലേക്ക് ഇറങ്ങിയൊരു സെവാഗ് സ്റ്റൈൽ കട്ട് ഷോട്ട്. അതിൻ്റെ ആഘാതം മാറും മുമ്പേ 2-ാം പന്തിനെ മിഡ് വിക്കറ്റിലേക്ക് തൂക്കിയിറക്കി സഞ്ജു സാംസൺ ഒരു വലിയ സ്റ്റേറ്റ്മെൻറ്റ് നൽകി. അവിടെയും തീർന്നില്ല. അഖേലിനെ മിഡ് വിക്കറ്റിലേക്ക് വീണ്ടും ഒന്ന് തൂക്കിയിറക്കുകയാണ്. കളിയിൽ ഇന്ത്യ കോൺഫിഡൻസ് വീണ്ടെടുത്തു തുടങ്ങുന്നത് ആ ഷോട്ട് മുതലാണ്. പക്ഷേ ആ ഓവറിൽ അഭിഷേകിന് തെറ്റുന്നു. സഞ്ജുവിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് ഉയർത്തിയടിച്ച അഭിഷേകിന് തെറ്റുന്നു. ആ പന്ത് ആകാശത്തേക്ക് പൊന്തിയപ്പോൾ ഗാലറി അലറി വിളിച്ചെങ്കിലും കണ്ണു തെറ്റാതെ ഓടിയെത്തിയ ഹിറ്റ്മയർ അത് പിടിച്ചെടുത്തു. വിൻഡീസിന് ആദ്യ മധുരം, കൂടെ ഇന്ത്യക്ക് ആദ്യ പ്രഹരം. പിന്നാലെ എത്തി ഇഷാൻ കിഷൻ അടിച്ചു തുടങ്ങിയെങ്കിലും അതും ഹിറ്റ്മയറുടെ കൈകളിലെത്തി. ഒരു രക്ഷകന്റെ വരവിനായി ഇന്ത്യൻ ആരാധകർ കാതോർത്തു നിൽക്കുകയായിരുന്നു. അവിടെ വെച്ച് സഞ്ജു തൻ്റെ ഹീറോയിക് എൻട്രി ആരംഭിക്കുകയാണ്. പവർ പ്ലേയിലെ അവസാന ഓവറിൽ ഫോർഡിൻ്റെ സ്ലോ ബോൾ സഞ്ജു ഉയർത്തിയടിച്ചപ്പോൾ നെഞ്ചൊന്ന് പിടച്ചെങ്കിലും പന്തിൻ്റെ സഞ്ചാരം ബൗണ്ടറിയിലേക്കായിരുന്നു. പവർ പ്ലേ അതിജീവിച്ച സഞ്ജു ഇന്ത്യൻ ഇന്നിങ്സിൻ്റെ കണ്ണും കാതും ഹൃദയവുമാകുന്ന ദൃശ്യങ്ങളാണ് പിന്നീട് കണ്ടത്. പവർ പ്ലേക്ക് ശേഷമുള്ള ആദ്യ ഓവറിൽ ഹോൾഡറിനെ മിഡ് വിക്കറ്റിലേക്ക് പറത്തി സഞ്ജു ഒരിക്കൽ കൂടി താൻ ഫുൾ ഫ്ലോയിലാണെന്ന് തെളിയിച്ചു. സഞ്ജുവിനെ എറിഞ്ഞിടാൻ ഗുദകേഷ് മുത്തിയെയും ഷെഫേഡിനെയുമെല്ലാം പോപ്പ് അയച്ചെങ്കിലും സഞ്ജു അവരെയെല്ലാം കോൺഫിഡൻസോടെ വരവേറ്റു. ഒടുവിൽ 10-ാം ഓവറിൽ ഗുദകേഷ് മുത്തിയെ ബൗണ്ടറി കടത്തി സഞ്ജു അർദ്ധ സെഞ്ചുറിക്കായി ബാറ്റ് ഉയർത്തുകയാണ്. പിന്നാലെ കുരിശു വരച്ച് സഞ്ജു അടുത്ത മിഷനിലേക്ക് നടന്നെടുത്തു. ഇന്ത്യ അതിവേഗം സ്കോർ ഉയർത്തുന്നതിനിടെയാണ് ഷമാർ ജോസഫിൻ്റെ പന്തിൽ റദർഫോർഡിന് പിടികൊടുത്ത് ക്യാപ്റ്റൻ സൂര്യകുമാർ തിരിഞ്ഞു നടക്കുന്നത്. സന്തോഷങ്ങൾക്ക് ശേഷം ഈഡൻ ഗാർഡൻ്റെ ഗാലറി ഒന്ന് നിശബ്ദമായ നേരം. പിന്നാലെ തിലക് വർമ്മ ക്രീസിലേക്ക്. ഇന്ത്യൻ സ്കോർ 10.3 ഓവറിലാണ് 100 പിന്നിടുന്നത്. തിലക് വർമ്മ ഷമാർ ജോസഫിന് അടിച്ചു തുടങ്ങിയപ്പോൾ മൊമെൻറ്റം വീണ്ടും ഇന്ത്യയിലേക്ക് തിരിഞ്ഞു. പക്ഷേ അപകടങ്ങൾ ഇന്ത്യയെ പിന്നെയും കാത്തിരുന്നു. 15 പന്തിൽ 27 റൺസുമായി തിലക് തിരികെ നടക്കുമ്പോൾ ഇന്ത്യൻ സ്കോർ 141-4. പക്ഷേ പിന്നാലെത്തിയ ഹാർദിക് പാണ്ഡ്യയെ പങ്കാളിയാക്കി സഞ്ജു തീരത്തേക്ക് തുഴഞ്ഞെടുത്തു. റൺസും പന്തും തമ്മിലുള്ള ഇക്വേഷനുകൾ മാറുമറിഞ്ഞെങ്കിലും അയാൾ പതറിയതേയില്ല. അനാവശ്യ ഷോട്ടുകൾക്ക് മുതിർന്നതുമില്ല. പിന്നാലെ ഹാർദിക് പാണ്ഡ്യ മടങ്ങിയതോടെ ചങ്കിടിച്ച് ഇന്ത്യൻ ആരാധകരോട് സഞ്ജു പറഞ്ഞു, കൂൾ ഡൗൺ, ഞാനേറ്റു. ദുബൈയെ കൂട്ടുപിടിച്ച് സഞ്ജു സാംസൺ മത്സരത്തിൻ്റെ ക്ലൈമാക്സിലേക്ക് കടന്നു. പിന്നെയും സംശയങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. പക്ഷേ അവസാന ഓവറിൽ സിക്സറും ബൗണ്ടറിയും പായിച്ചുകൊണ്ട് സഞ്ജു സാംസൺ എല്ലാ സംശയങ്ങളെയും നിർവീര്യനാക്കുമ്പോൾ വിൻഡീസ് ക്യാപ്റ്റൻ ഷായ്ഹോ അത് നിരാശയോടെ നോക്കി നിന്നു. സഞ്ജു വിശ്വനാഥ് സാംസണെ കളിയും കാലവും കത്തുവെച്ച മൊമെന്റ്. ഇനിയൊരാൾക്കും അയാളിലൊരു സംശയത്തിനും ഇടയില്ലാത്ത വിധമുള്ള ഒരു ഇന്നിങ്സാണിത്. താൻ ആർക്കും പകരക്കാരനല്ലെന്നും സെക്കൻഡറി ഓപ്ഷനല്ലെന്നും തെളിയിച്ച ഇന്നിങ്സാണിത്. നന്ദി സഞ്ജു, ഞങ്ങൾ നിങ്ങളിൽ അർപ്പിച്ച പ്രതീക്ഷകളെല്ലാം കാത്തതിന്.